ഓക്കെ ഓക്കെ കേൾക്കാവോ മക്കളെ? എല്ലാവർക്കും കേൾക്കാവോ? റിൻഷിത, റിനു, സന, സുമയ്യ. റിൻഷിത പുതിയ ആളാണോ? അല്ലല്ല. ആ, റിൻഷിതനെ കണ്ടിട്ടില്ലല്ലോ ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഗായ്സ്, ഇപ്പൊ നമ്മള് കിങ്ഡം മൊണീറ പഠിച്ചു അല്ലെ? കിങ്ഡം മൊണീറ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ബാക്ടീരിയകളെ കുറിച്ച് പഠിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ടീരിയക്ക് പുറമെ വേറൊരു ആൾക്കാരും നമ്മുടെ കിങ്ഡം മൊണീറയിലുണ്ട്. ആരാന്നറിയോ? ആരായിരുന്നു? സയാനോ ബാക്ടീരിയ. സയാനോ ബാക്ടീരിയയുടെ മറ്റൊരു പേരെന്തായിരുന്നു? ബ്ലൂ ഗ്രീൻ ആൽഗെ. ഓക്കെ, സയാനോ ബാക്ടീരിയയുടെ മറ്റൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പൊ കിങ്ഡം മൊണീറയിൽ ബാക്ടീരിയകൾ മാത്രമല്ല, സയാനോ ബാക്ടീരിയ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഇന്ന് ഈ ടോപ്പിക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മൊഡ്യൂൾ 1 കിങ്ഡം മൊണീറയത്തെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ NIOS ബയോളജിയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളത്, ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും, അതിന് ആൻസേഴ്സും ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾ ഓരോ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞിട്ട് മിസ് ഇതിലിട്ട ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് പവർ പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് സയാനോ ബാക്ടീരിയകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, സയാനോ ബാക്ടീരിയ, നിങ്ങൾ ഈ ഫിഗർ കണ്ട പച്ച കളറാണ് അല്ലെ സയാനോ ബാക്ടീരിയകള്. ഇവർ കൂടുതലും വെള്ളത്തിലാണ് ജീവിക്കുക. ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ബാക്ടീരിയനെക്കാട്ടും കുറച്ചുകൂടി വലിയ സെൽസുകളാണ് സയാനോ ബാക്ടീരിയ, അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പൊ ഈ വെള്ളത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ആദ്യം നമ്മൾ വിചാരിച്ചത് ഇവര് പായലുകളാണെന്ന്, ആൽഗകളാണെന്നാ വിചാരിച്ചത്. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇത് ബാക്ടീരിയകളാണ്. ബാക്ടീരിയനെക്കാട്ടിയും കുറച്ചുകൂടി വലിയൊരു ടൈപ്പ് ഓഫ് സെൽസ് ആണ് നമ്മുടെ സയാനോ ബാക്ടീരിയകൾ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയകളെ പോലെ ഇവർക്ക് ഫ്ലജെല്ല ഒന്നുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ബാക്ടീരിയകൾക്ക് ഫ്ലജെല്ല ഉണ്ട്, ഒരു വാലുണ്ട്, അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ബാക്ടീരിയ മൂവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സയാനോ ബാക്ടീരിയ എന്തുകൊണ്ടാണ് അറിയോ ബാക്ടീരിയകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിട്ടുള്ളത്? അവർക്ക് എന്തില്ല? ഫ്ലജെല്ല ഇല്ല. ഓക്കെ, പിന്നെ അവർക്ക് ബാക്കിയുള്ള ചെടികളെ പോലെ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ഫോട്ടോസിന്തസിസ് പഠിച്ചിട്ടുണ്ടോ? റിയാനെ, പഠിച്ചിട്ടുണ്ടോ റിയാനെ? ആ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വോയിസ് കറക്റ്റ് ആയിട്ട് കേൾക്കാനുണ്ടോ? ആ, ഓക്കെ മക്കളെ, ഫോട്ടോസിന്തസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെടികള് സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയക്കാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ചെടികളാണ് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, സയാനോ ബാക്ടീരിയകൾക്ക് ഫോട്ടോസിന്തസിസ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവരുടെ ശരീരത്തിൽ അവർക്ക് പാകം ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. മനസ്സിലായോ? ഈ ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഓക്സിജൻ ഉണ്ടാവുന്നത്. ഇപ്പൊ ചെടികളുടെ ഒരു വേസ്റ്റ് ആണിത് ഓക്സിജൻ. ചെടികൾ ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്യും. പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. നിങ്ങൾ മലയാളം മീഡിയം ആണോ ഇംഗ്ലീഷ് മീഡിയം ആണോ എന്ന് അറിയില്ല. മലയാളം മീഡിയക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഫോട്ടോസിന്തസിസിന് നമ്മൾ മലയാളത്തിൽ പ്രകാശ സംശ്ലേഷണം എന്നാ പറയാം. ഓക്കെ, അപ്പോ നമ്മൾ ഈ ചെടികൾ ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഓക്സിജന് പുറത്തോട്ട് വിടും. ആ ഓക്സിജനാണ് നമ്മൾ മനുഷ്യന്മാർ സ്വീകരിക്കുന്നത്, മൃഗങ്ങളൊക്കെ. എന്നിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വേസ്റ്റുകളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് തിരിച്ച് ചെടികൾ മേടിക്കും. അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചെടികള് ഭക്ഷണത്തിന് ഉണ്ടാക്കുന്നത്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, സയാനോ ബാക്ടീരിയകൾക്ക് ചെടികളെ പോലെ ഫോട്ടോസിന്തസിസ് നടത്താനും പിന്നീട് ഓക്സിജനെ റിലീസ് ചെയ്യാനൊക്കെ പറ്റും. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അടുത്തതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കേട്ടാ.
എന്താണെന്നറിയോ? ഈ കിങ്ഡം മൊണീറനെ 3 ഗ്രൂപ്പായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. കിങ്ഡം മൊണീറനെ 3 ഗ്രൂപ്പുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പാണ് ആർക്കി ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയ എന്ന് പറയും. രണ്ടാമത്തെ ഗ്രൂപ്പാണ് യു ബാക്ടീരിയ. യു ബാക്ടീരിയ. മൂന്നാമത്തെ ഗ്രൂപ്പാണ് സയാനോ ബാക്ടീരിയ. അപ്പൊ ആ സയാനോ ബാക്ടീരിയനെയാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അപ്പൊ 3 വ്യത്യസ്ത തരത്തിലുള്ള ബാക്ടീരിയകൾ കിങ്ഡം മൊണീറയുടെ കീഴിലുണ്ട്. അപ്പൊ ഈ മൂന്നും എന്താന്ന് ജസ്റ്റ് ഒരു ഐഡിയ മിസ് പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുൻപ് ആർക്കി ബാക്ടീരിയ. ഈ ആർക്കി ബാക്ടീരിയക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആർക്കി ബാക്ടീരിയ പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയകളാണ്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? അവര് അൺയൂഷ്വൽ ആയിട്ടുള്ള സാഹചര്യത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നല്ല ചൂടുള്ള സമയത്ത് അവർക്ക് ജീവിക്കാൻ പറ്റും. നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ചിലപ്പോൾ നല്ല ഉപ്പിന്റെ കണ്ടന്റ് ഉള്ള സമയത്ത് അവർക്ക് ജീവിക്കാൻ പറ്റും. സോൾട്ടി ഏരിയാസിലൊക്കെ അവർക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, അൺയൂഷ്വൽ ആയിട്ടുള്ള എൻവിയോൺമെന്റിൽ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയകളാണ് ആർക്കി ബാക്ടീരിയ എന്ന് പറയുന്നത്. നോർമൽ ബാക്ടീരിയകളെ പോലെയല്ല ആർക്കി ബാക്ടീരിയ. അവർക്ക് നോർമൽ കണ്ടീഷൻസ് അല്ല, അബ്നോർമൽ അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. മറിച്ച് യു ബാക്ടീരിയകൾ എന്താ അറിയോ? നമ്മുടെ സാധാ ബാക്ടീരിയകൾ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ജീവിക്കുന്ന ബാക്ടീരിയകൾ, നോർമൽ ടെമ്പറേച്ചറിൽ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് യു ബാക്ടീരിയ. യു എന്നുള്ള വാക്കിന്റെ അർത്ഥം ട്രൂ എന്നാണ്. ട്രൂ. ട്രൂ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള ബാക്ടീരിയകൾ. പിന്നെ അടുത്തത് സയാനോ ബാക്ടീരിയ. ഇപ്പൊ നമ്മൾ പഠിച്ചു അല്ലെ, ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്യാൻ പാകത്തിലുള്ള ഈ വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന കുറച്ച് ലാർജർ ആയിട്ടുള്ള സെൽസുകളാണ് സയാനോ ബാക്ടീരിയകൾ. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് കിങ്ഡം മൊണീറക്ക് ഉള്ളത്. ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ, സയാനോ ബാക്ടീരിയ. ഇപ്പൊ യു ബാക്ടീരിയ നോർമൽ ബാക്ടീരിയകളാണ്. സയാനോ ബാക്ടീരിയ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു. ഇനി ഞാൻ കുറച്ച് ആർക്കി ബാക്ടീരിയയിലോട്ട് ഇറങ്ങുകയാണ്. ആർക്കി ബാക്ടീരിയയിലെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോണത്. അപ്പൊ മനസ്സിലാക്കുക നിങ്ങള്, ബാക്കിയുള്ള ബാക്ടീരിയകളെ പോലെയല്ല, കുറച്ചും കൂടി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു ബാക്ടീരിയയാണ് ആർക്കി ബാക്ടീരിയകൾ. അവർക്ക് അൺയൂഷ്വൽ ആയിട്ടുള്ള എൻവിയോൺമെന്റിൽ ജീവിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഈ 100 ഡിഗ്രി സെൽഷ്യസിൽ വെട്ടിത്തിളക്കുന്ന വെള്ളങ്ങളൊക്കെ ഇല്ലേ, അതിലടക്കം ഈ ആർക്കി ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഈ പല പല സാഹചര്യത്തിൽ ജീവിക്കാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല തണുപ്പുള്ള സമയത്ത് അവർക്ക് ജീവിക്കാൻ ചിലപ്പോൾ പറ്റും. നല്ല ചൂടുള്ള സമയത്ത് ആ ബാക്ടീരിയകൾക്ക് ജീവിക്കാൻ പറ്റും. നല്ല ഉപ്പുള്ള പ്രദേശങ്ങളിൽ അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും അവരുടെ പ്രത്യേകത? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? റിൻഷിത കേട്ടിട്ടുണ്ടോ? റിൻഷിത കേൾക്കാവോ? ആർക്കി ബാക്ടീരിയകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ല. അപ്പൊ മോളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മോള് നേരത്തെ ക്ലാസ് ഒക്കെ കേട്ടായിരുന്നോ? ആദ്യത്തെ ക്ലാസ് ഒക്കെ കേട്ടായിരുന്നോ? ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. ഒരു ക്ലാസ്സേ കേട്ടിട്ടുള്ളൂ. അപ്പോ ഇത് കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള ക്ലാസ്സുകൾ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പൊ ആർക്കാണോ ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളത് അവർ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് ആ റെക്കോർഡഡ് ക്ലാസ് അയച്ചു തരാം. ജസ്റ്റ് ഒന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടാ. നിങ്ങൾക്ക് ഇനിയും ആ ക്ലാസ് കേൾക്കണം എന്നുണ്ടെങ്കിലും അവർക്ക് ഞാൻ ആ ക്ലാസ് സെപ്പറേറ്റ് വീഡിയോ അയച്ചു തരാം. റെക്കോർഡ് ചെയ്ത വീഡിയോസ് അയച്ചു തരാം. കുഴപ്പമൊന്നുമില്ല കേട്ടാ. അപ്പൊ ഇൻ കേസ് ഒരു ക്ലാസ് നമുക്ക് മിസ്സായാലും ആ ക്ലാസ്സിന്റെ വീഡിയോ ചോദിച്ചാൽ മതി. അപ്പൊ ഞാൻ അയച്ചു തരാം. നോ പ്രോബ്ലം. അപ്പൊ നമ്മൾ പഠിച്ചു ബാക്ടീരിയകൾക്ക് സെൽ വാൾ ഉണ്ട് എന്നല്ലേ. ഈ ആർക്കി ബാക്ടീരിയയുടെ സെൽ വാൾ ആണെങ്കിലോ ഭയങ്കര കട്ടി കൂടിയതാവും. നല്ല കട്ടി കൂടിയ സെൽ വാൾ ആവും. പെട്ടെന്നൊന്നും ആ സെൽ വാളിനെ പൊട്ടിക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ടാണ് ആർക്കി ബാക്ടീരിയകൾക്ക് അൺയൂഷ്വൽ എൻവിയോൺമെന്റ്സിൽ ജീവിക്കാൻ പറ്റുന്നത്. അവരുടെ സെൽ വാൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ വാൾ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇനി ആർക്കി ബാക്ടീരിയയിലോട്ട് പോകാം. ആർക്കി ബാക്ടീരിയയിലോട്ട് പോവാം. ആർക്കി ബാക്ടീരിയയിലോട്ട് പോകാം. ആർക്കി ബാക്ടീരിയ 3 വിധമുണ്ട്. ഏതാണെന്നറിയോ? ആർക്കി ബാക്ടീരിയ 3 വിധമുണ്ട്. എന്താ പോകാത്തത്? പഠിച്ചിട്ട് പോണില്ലല്ലോ. ഓക്കെ, കുഴപ്പമില്ല. ആർക്കി ബാക്ടീരിയകൾ 3 വിധമുണ്ട്. മെത്തനോജനിക് ഉണ്ട്. മെത്തനോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഈ അഴുക്ക് വെള്ളത്തിൽ ജീവിക്കാൻ പാകത്തിലുള്ള ബാക്ടീരിയകളാണ് മെത്തനോജനിക്. സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ. പിന്നെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റുകളിൽ ചില മൃഗങ്ങളുടെ ഇൻഡസ്റ്റൈൻസ്, കുടലിന്റെ അകത്ത് ജീവിക്കുന്ന ബാക്ടീരിയകളാണ് മെത്തനോജനിക്. നോക്കിയേ, ഒരു മൃഗത്തിന്റെ കുടലിന്റെ അകത്താണ് ഈ ബാക്ടീരിയ ജീവിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു ഫീച്ചർ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത്രയും സ്ട്രോങ് ആയിരിക്കും. ഓക്കെ. ഇനി അതേപോലെ മെത്തനോജനിക് ബാക്ടീരിയകൾ കൂടുതലും കാണുന്നത് പശു, ആട്, അതേപോലെ എരുമ, ഇവരുടെയൊക്കെ കുടലിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് മെത്തനോജനിക്. ഓക്കെ. കൂടുതലും ഈ പുല്ലും വൈക്കോലും അതേപോലെ ചെടികളൊക്കെ കഴിക്കുന്ന മൃഗങ്ങളുടെ കുടലുകളിൽ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയയാണ് മെത്തനോജനിക്. അപ്പോ എളുപ്പല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെത്തനോജനിക് ബാക്ടീരിയകൾ, ഈ മെത്തനോജനിക് ബാക്ടീരിയകൾക്ക് മീഥെയിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് മെത്തനോജനിക് എന്ന് പറയുന്നത്. മീഥെയിൻ ഗ്യാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹൈലി യെസ് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു വാതകമാണ് അല്ലേ മീഥെയിന്. അപ്പൊ പെട്ടെന്ന് യെസ് കത്തിപ്പിടിക്കും. അപ്പോ മീഥെയിൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആർക്ക് പറ്റും? മീഥെയിൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ മെത്തനോജനിക് ബാക്ടീരിയകൾക്ക് പറ്റും. ഇവർ കൂടുതലും കാണുന്നത് ഈ അഴുക്ക് വെള്ളത്തിലും അതുപോലെ ആനിമൽസിന്റെ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലുകളുമാണ് ട്ടാ. ഇനി ഓക്കെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതാണ് തെർമോ അസിഡോഫിലിക് ബാക്ടീരിയ. ആർക്കി ബാക്ടീരിയയുടെ രണ്ടാമത്തെ കാറ്റഗറിയാണ് തെർമോ അസിഡോഫിലിക്. തെർമോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ചൂട്. ചൂട് അല്ലെ? ചൂട് കൂടിയ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയകളാണ് തെർമോ അസിഡോഫിലിക്. മക്കള് മനസ്സിലാക്കുക, ഈ ഹോട്ട് സ്പ്രിങ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹോട്ട് സ്പ്രിങ്സ്. യെസ്. എന്താ ഹോട്ട് സ്പ്രിങ്സ് അറിയാനേ? അവിടെ അസിഡിക് കണ്ടന്റും ഉണ്ടാവും, ചൂടും ഉണ്ടാവും. മോനെ അതുപോലെ കേൾക്കല്ലടാ. ഹലോ 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 പറഞ്ഞോളൂ മോനെ. എന്താ എന്താ പറയുന്നത്? ഓക്കെ. ഹോട്ട് സ്പ്രിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ഇത് കണ്ടിട്ടുണ്ടോ? അഗ്നിപർവ്വതങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ അഗ്നിപർവ്വതങ്ങളുടെ സൈഡിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, വെള്ളത്തിന്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും, വാട്ടർ ബോഡീസുകൾ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ വെള്ളം ഭയങ്കരമായിട്ട് ബോയിൽ ചെയ്യും. ചില വാട്ടർ ബോഡീസുകൾ ഈ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ ഉണ്ടാവും. അരുവികളും നദികളൊക്കെ ഈ വലിയ വലിയ അഗ്നിപർവ്വതങ്ങളുടെ അടുത്തുണ്ടാവും. അപ്പൊ അവിടുത്തെ വെള്ളം ഇങ്ങനെ കിടന്ന് ബോയിൽ ചെയ്യും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂട് കാരണം കൊണ്ട്. അതിനെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയാം. ഈ ഹോട്ട് സ്പ്രിങ്സിൽ അടക്കം നമ്മൾ ബാക്ടീരിയകളെ കണ്ടെത്തിയിട്ടുണ്ട്. മീൻസ് വെട്ടിത്തിളക്കുക എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യത്തിലടക്കം ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയകളെയാണ് തെർമോ അസിഡോഫിലിക് എന്ന് പറയുന്നത്. ഹോട്ട് സ്പ്രിങ്സ്. ഓക്കെ. ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ബാക്ടീരിയകളെയാണ് തെർമോ അസിഡോഫിലിക് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറിയാണ് ഹാലോഫിലിക്. നിങ്ങൾ മനസ്സിലാക്കുക, ഹാലോ എന്നുള്ള വാക്കിന്റെ അർത്ഥം സോൾട്ട് എന്നാണ്. ഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം. അപ്പൊ സോൾട്ട് കണ്ടീഷൻസിന് ഇഷ്ടപ്പെടുന്ന ബാക്ടീരിയകളാണ് ഹാലോഫിലിക്. നല്ല ഉപ്പുള്ള പ്രദേശങ്ങളിൽ അല്ലെ സോൾട്ടിന്റെ കണ്ടന്റ് കൂടിയ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളെയാണ് ഹാലോഫിലിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ മക്കൾ മനസ്സിലാക്കുക, ആർക്കി ബാക്ടീരിയകൾ 3 വിധമാണ്: മെത്തനോജനിക് ബാക്ടീരിയ, തെർമോ അസിഡോഫിലിക് ബാക്ടീരിയ, ഹാലോഫിലിക് ബാക്ടീരിയ. മെത്തനോജനിക് ബാക്ടീരിയകൾ കൂടുതലും കാണുന്നത് സീവേജിലും ഇൻഡസ്റ്റൈനൽ ട്രാക്ട്സിലുമാണ്. തെർമോ ആസിഡോഫിലിക് ബാക്ടീരിയകൾ കാണുന്നത് ഹോട്ട് സ്പ്രിങ്സിലാണ്. ഹാലോഫിലിക് ബാക്ടീരിയകൾ കാണുന്നത് സോൾട്ടി കണ്ടീഷൻസിലാണ്. ഈ 3ന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം കണ്ടീഷൻസിൽ അല്ലെങ്കിൽ അൺയൂഷ്വൽ എൻവിയോൺമെന്റ്സിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സെൽ വോൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഓക്കെ. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ അപ്പൊ ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടാ. കിങ്ഡം മൊണീറ എന്നുള്ള ടോപ്പിക് കഴിഞ്ഞു. ഇനി NIOS ബയോളജിയിൽ കഴിഞ്ഞ 5 വർഷങ്ങളിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ കിങ്ഡം മൊണീറയിൽ നിന്ന് ചോദിച്ചത് എന്നാണ് പറയാൻ പോണത്.
ഇതൊരു ചാപ്റ്റർ അല്ല, ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു ടോപ്പിക്കാണ്. ഇനിയും ടോപ്പിക്കുകൾ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുൻപ് ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോവുള്ളൂ. ഓക്കെ, അപ്പോ മക്കള് മനസ്സിലാക്കുക, ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. NIOS ബയോളജിയിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് ക്വസ്റ്റ്യൻസ്, 4 മാർക്ക് ക്വസ്റ്റ്യൻസും 6 മാർക്ക് ക്വസ്റ്റ്യൻസും ആണുള്ളത്. കൂടുതലും ഈ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസിൽ ഓപ്ഷൻസുകൾ ഉണ്ടാകും. അപ്പൊ ആദ്യത്തെ ചോദ്യം ആരാ ആൻസർ പറയാൻ പോണത്? ആരാ ആൻസർ പറയാൻ പോണത്? സന അവിടെ ഉണ്ടോ? സന? ആ ആ, ഓക്കെ. സനക്കുട്ടിയാണ് ആദ്യം ആൻസർ പറയാൻ പോണത് കേട്ടാ. ഓക്കെ സന. Bacteria is included in kingdom Monera because its body has 4 ഓപ്ഷൻസ് ഉണ്ട്. ബാക്ടീരിയനെ കിങ്ഡം മൊണീറയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് അതിന്റെ റീസൺ? 4 ഓപ്ഷൻസ് ഉണ്ട്. സന പറയണം ഏത് ഓപ്ഷനാണ് ഏറ്റവും അനുയോജ്യമായത് എന്ന് നോക്കിയിട്ട് ആൻസർ പറയണം. 1 സിംഗിൾ സെല്ല്, 2 മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ, 3 മൈറ്റോകോൺട്രിയ, 4 സെല്ലുലോ സെൽ വാൾ. ഏതാ സന ആൻസർ? ഹലോ സന, പറ ആൻസർ. ഇതിൽ ഏത് ഫീച്ചറാ ബാക്ടീരിയക്ക് ഉള്ളത്? സിംഗിൾ സിംഗിൾ സെൽ. വെരി ഗുഡ്, സിംഗിൾ സെൽ. വളരെ സിമ്പിൾ ആണ് അല്ലേ? ഈ ചാപ്റ്റർ, ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിൽ NIOS ചോദിച്ചൊരു ചോദ്യമാണ് അത്. ഇനി അടുത്ത ചോദ്യം നമ്മുടെ സുമയന്റെ അടുത്താണ്. പെപ്റ്റിഡോഗ്ലൈക്കൻ ഈസ് പ്രസന്റ് ഇൻ സെൽ വാൾ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം? താഴെ പറയുന്ന ഓർഗാനിസത്തില് പെപ്റ്റിഡോഗ്ലൈക്കൻ കൊണ്ടുണ്ടാക്കിയ സെൽ വാൾ ആർക്കാണുള്ളത്? ഓപ്ഷൻസ്: ഫംഗൈ, ജിംനോസ്പേം, പ്രോട്ടോസോവ, ബാക്ടീരിയ. ആർക്കുള്ളത് സുമയ്യ? ബാക്ടീരിയ ആണ്. ബാക്ടീരിയ. വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ആ, നമ്മളിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യനാ. 1 മാർക്കും 2 മാർക്കും മാത്രമേ ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോ വൈ ആർ ബാക്ടീരിയ ക്ലാസിഫൈഡ് അണ്ടർ കിങ്ഡം മൊണീറ? എന്തുകൊണ്ടാണ് ബാക്ടീരിയകളെ കിങ്ഡം മൊണീറയുടെ അകത്താക്കിയത്? അപ്പൊ നിങ്ങൾ എന്താ എഴുതുക? ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ എഴുതുക? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ബാക്ടീരിയകളെ മൊണീറൻസ് എന്ന് വിളിക്കുന്നത്? അപ്പൊ നിങ്ങൾ എന്താ എഴുതുക? അപ്പൊ നിങ്ങൾ എന്തെങ്കിലും നമ്മുടെ ബാക്ടീരിയകളുടെ കുറച്ച് ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. എന്തൊക്കെയാ ബാക്ടീരിയകളുടെ ഫീച്ചേഴ്സ്? റിയാൻ പറഞ്ഞേ, എന്തൊക്കെയാ ബാക്ടീരിയകളുടെ ഫീച്ചേഴ്സ്? മെയിൻ ഫീച്ചർ എന്താ? ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന ഫീച്ചർ എന്താ? പ്രൊകാരിയോട്ട് ആണ്. പ്രോകാരിയോട്ട്. വെരി ഗുഡ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്, ഒറ്റ കോശമുള്ള ജീവിയാണ്. പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ്. ഇസ് ദ ഓൺലി പ്രോകാരിയോട്ടിക് കിങ്ഡം അല്ലേ? വെരി ഗുഡ്. ഇനി വേറൊരു ഫീച്ചർ പറയാൻ പറ്റുമോ റിയാന്? ഡിഫറെന്റ് ആയിട്ടോ? എന്താ മോനെ കേൾക്കാല്ലേ? ഒന്ന് വോയിസ് ഒന്ന് കൂട്ടി പറയോ? ഓക്കെ. എന്താണ്? എന്താ റിയാന്റെ വോയിസ് തീരെ കേൾക്കണില്ല. ഹലോ. ഹലോ മോനെ പറഞ്ഞേ, ഒരു ഫീച്ചർ പറയാൻ പറ്റുമോ? പ്രൊകാരിയോട്ടും യൂണിസെല്ലുലാറും. എനിക്ക് വോയിസ് തീരെ കേൾക്കുന്നില്ല കേട്ടാ. അത് കാരണം ഞാൻ പറയാം. എന്താണെന്നറിയില്ല, എന്റെ സെറ്റിങ്സ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, അപ്പോ നോ മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൈസുകൾക്കൊന്നും മെംബ്രെയിൻ അല്ല, സെൽ ഓർഗനൈസുകൾ ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ? ബാക്കി യൂക്കാരിയോട്സുകൾ പോലെയുള്ള സെൽ ഓർഗനൈസ് കിങ്ഡം മൊണീറയ്ക്ക് ഇല്ല. പിന്നെ അടുത്ത ഫീച്ചർ റൈബോസോമുകളുടെ വ്യത്യാസം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂക്കാരിയോട്ടുകൾക്കും പ്രോകാരിയോട്ടുകൾക്കും ഉള്ള ഒരു ഫീച്ചറാണ് റൈബോസോംസുകൾ. നമ്മുടെ റൈബോസോംസ് പ്രോകാരിയോട്ടുകളിൽ 70s റൈബോസോം ആണ്. 70s റൈബോസോം ആണ് നമ്മുടെ പ്രോകാരിയോട്ടുകളിൽ ഉള്ളത്.
70s റൈബോസോം കേട്ടാ. 70s റൈബോസോമാണ് പ്രോകാരിയോട്ടുകളിൽ ഉള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ റിൻഷിത മോൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടാ. താഴെ തന്നിരിക്കുന്നതിൽ ഏത് ബാക്ടീരിയയാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നത്? ദ ബാക്ടീരിയ ദാറ്റ് ഹെൽപ്പ് ഇൻ ദ ഫിക്സേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കുറെ നൈട്രജൻ മോളിക്യൂൾസുകൾ ഉണ്ട്. ഈ നൈട്രജനെ പിടിച്ചിട്ട് ഈ ലൈറ്റ്നിങ് ഒക്കെ നടക്കുന്ന സമയത്ത്, ഇടിമിന്നലുള്ള സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ കംപ്ലീറ്റ് ഭൂമിയിലോട്ട് ഇറങ്ങും. ഭൂമിയിൽ നിന്ന് ചെടികളിലോട്ട് ഈ നൈട്രജന്റെ കണ്ടന്റിനെ നമ്മുടെ ചെടികളിലോട്ട് കൊടുക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയയുടെ പേരെന്താണെന്നാണ് റിൻഷിത ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ റൈസോബിയം, രണ്ടാമത്തെ ഓപ്ഷൻ സ്ട്രെപ്റ്റോമൈസസ്, മൂന്നാമത്തത് സാൽമൊണല്ല, നാലാമത്തത് ലാക്ടോബാസില്ലസ്. റിൻഷിതക്ക് പറയാൻ പറ്റുമോ? റിൻഷിത? റൈസോബിയം. റൈസോബിയം, വെരി ഗുഡ്. റൈസോബിയം ആണ് കേട്ടാ. റിയാൻ ഇന്നലെ ക്ലാസ് കേട്ടിട്ടില്ലല്ലോ. ഞാൻ അയച്ചെന്ന വീഡിയോ ഒന്ന് കേൾക്കണം കേട്ടാ. കേട്ടോ? റിയാൻ കേട്ടായിരുന്നോ വീഡിയോ? കുറച്ച് കണ്ടായിരുന്നോ? കേട്ടിരുന്നു. ഓക്കെ. ഒരു പകുതി. കണ്ടിട്ടില്ലെങ്കിൽ കാണുക കേട്ടാ. ആ. ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ 4 ന്യൂട്രീഷണൽ കാറ്റഗറീസ് ഫൗണ്ട് ഇൻ ബാക്ടീരിയ? ഇതും കഴിഞ്ഞൊരു NIOS ചോദ്യമാണ്. ഈ ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന 4 ന്യൂട്രീഷണൽ കാറ്റഗറീസ് ഏതൊക്കെയാ? നമുക്കറിയാം. ഓട്ടോട്രോപ്സുകൾ ഉണ്ട്, സാപ്ട്രോട്രോപ്സുകൾ ഉണ്ട്, പാരസൈറ്റുകൾ ഉണ്ട്, സിംബയോണ്ടുകൾ ഉണ്ട്. ഓട്ടോട്രോപ്സ് എന്താണ്? സെൽഫായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവരെയാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുക, അല്ലെ? പ്ലാന്റ്സുകൾക്കൊക്കെ അവരുടെ ബോഡിയിൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും ത്രൂ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അതിനെ നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയും. ആർക്കാണ് ബോഡിയിൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് അവരെയാണ് നമ്മൾ ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. സാപ്ട്രോട്രോപ്സ് എന്തായിരുന്നു സുമയ്യ? സാപ്ട്രോട്രോപ്സ് എന്തായിരുന്നടാ? സുമയ്യ മറന്നാ? സന പറ, എന്താണ് സാപ്ട്രോട്രോപ്സ് എന്ന് പറഞ്ഞാല്? ചത്ത സാധനങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവരല്ലേ സാപ്ട്രോട്രോപ്സ്? ചത്ത ഭക്ഷണത്തെ, ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള ഭക്ഷണത്തെ ഫുഡ് ആക്കുന്നവരെയാണ് സാപ്ട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മറ്റൊരു ജീവി നമ്മുടെ ശരീരത്തിൽ കയറിയിട്ട് നമ്മുടെ ന്യൂട്രിയൻസ് കഴിക്കുന്നതിനെയാണ് പാരസൈറ്റുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ തലയിൽ കാണപ്പെടുന്ന പേൻ എന്താണ്? പാരസൈറ്റ് അല്ലേ? പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആരാണോ നമ്മുടെ ശരീരത്തിൽ കയറി ജീവിക്കുന്നത്, എന്നിട്ട് നമ്മുടെ ന്യൂട്രിയൻസ് മുഴുവൻ അവരടിച്ചു മാറ്റും. നമുക്കാണെങ്കിലോ ഭയങ്കര ശല്യമാണ് അവരെ കൊണ്ട്. അങ്ങനെ മറ്റുള്ളവരുടെ ശരീരത്തിൽ കയറിയിട്ട് അവരുടെ ന്യൂട്രിയൻസ് കഴിച്ച് ഭക്ഷണമാക്കുന്ന ജീവികളെയാണ് പാരസൈറ്റുകൾ എന്ന് പറയുന്നത്. സിംബയോണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓർമ്മണ്ടാ? സനക്ക് ഓർമ്മണ്ടാ എന്താ സിംബയോണ്ട്? മറന്നോ സന? സിംബയോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ആയിട്ടുള്ള ഷെയറിങ് അല്ലേ? മ്യൂച്വൽ ആയിട്ടുള്ള ഷെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരാൾ ഒരു ഹെൽപ്പ് ചെയ്യും, അതിന് ബദലായിട്ട് അടുത്ത ആള് മറ്റൊരു ഹെൽപ്പ് ചെയ്യും. മീൻസ് ഒരാള് ഫുഡ് കൊടുക്കും, മറ്റൊരാൾ ഷെൽട്ടർ കൊടുക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ടീരിയകൾ എന്ത് ചെയ്യും? പരസ്പരം സഹായിച്ച് ജീവിക്കുന്നതിനെയാണ് സിംബയോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ 4 തരത്തിലുള്ള കാറ്റഗറീസ് ആണ് ന്യൂട്രീഷനിൽ കാണുന്നത്. ഒന്ന് ഓട്ടോട്രോപ്സുകള്, 2 സാപ്ട്രോട്രോപ്സ്, മറ്റൊന്ന് പാരസൈറ്റ്, 4മത്തത് സിംബയോണ്ട്. അപ്പോ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തവര് കഴിഞ്ഞ ക്ലാസ് കേൾക്കുക, അതിൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ആർക്കൊക്കെ വേണ്ടിയെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഞാൻ ഒന്നുകൂടി ക്ലാസ് കേൾക്കണം കേട്ടാ. കഴിഞ്ഞ ക്ലാസ് അപ്പൊ ഒന്നും കൂടി പിടികിട്ടും. ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ബാക്ടീരിയയാണ് പാലിനെ തൈരാക്കി മാറ്റുന്നത്?
Which of the following bacteria helps to sell milk into yogurt? First option Mycobacterium, രണ്ടാമത്തെ ഓപ്ഷൻ ലാക്ടോബാസിലസ്, മൂന്നാമത്തെ ഓപ്ഷൻ അസറ്റോബാക്ടർ, നാലാമത്തെ ഓപ്ഷൻ ന്യൂമോകോക്കസ്. ആരാ മക്കളെ? Lactobacillus. ലാക്ടോബാസിലസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. ഇപ്പോ നിങ്ങൾക്ക് സന, സുമയ്യ, നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ ഏകദേശം മനസ്സിലായോ എന്തൊക്കെ ചോദ്യങ്ങൾ എക്സാമിന് ചോദിക്കാന്ന്? മനസ്സിലായി. ആ ഇത് ഈ കാര്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻസും കൂടി ചേർത്തിട്ടുള്ള നോട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മിസ് അപ്ലോഡ് ചെയ്ത് തരാം. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസിലൂടെ ഗോ ത്രൂ ചെയ്യണം. ടോപ്പിക് പഠിക്കുക, ഈ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആ രീതിയിൽ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 80 മാർക്ക് കിട്ടും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ അത്രയേ ഉള്ളൂ. എന്ത്? കിങ്ഡം മൊണീറ. അപ്പൊ കിങ്ഡം മൊണീറ കംപ്ലീറ്റ് ഫിനിഷ് ആയി. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം. അടുത്ത ടോപ്പിക് ഓക്കെ, കാണാവോ? നിങ്ങൾക്ക് സ്ക്രീന് കാണാവോ? ആ ഓക്കെ, സ്ക്രീൻ. രണ്ടാമത്തെ കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റ. അപ്പൊ നമ്മള് കഥ തുടങ്ങിയത് ആർഎച്ച് വിറ്റക്കറിൽ നിന്നാണ് അല്ലെ. 1969 ആർഎച്ച് വിറ്റക്കർ എന്നുള്ള ഒരു സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അയാള് ലോകത്തിലെ എല്ലാ ഓർഗാനിസത്തിനെയും 5ആയിട്ട് തരംതിരിച്ചു. കിങ്ഡം മൊണീറനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, ഫിനിഷ് ചെയ്തു. അതിലുള്ള ക്വസ്റ്റ്യൻസ് മുഴുവൻ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ കിങ്ഡം ആണ് കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റ. എന്ന് പറയും. ഓക്കെ, പേര് കേൾക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടല്ലേ? കുഴപ്പമില്ലടാ, അതെങ്ങനെ കേട്ട് കേട്ട് ശീലമായിക്കോളും. അപ്പൊ നിങ്ങൾക്ക് അതിലോട്ട് അത് റെഡിയാവും. പേരൊന്നും പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ബാക്ടീരിയനെക്കാട്ടിയും കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് പ്രോട്ടോക്ടിസ്റ്റ. വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന ജീവികൾ. ഇപ്പൊ മിസ് കുറച്ച് ഡയഗ്രാംസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റയിലുള്ള കുറച്ച് ആൾക്കാരുടെ ഡയഗ്രാംസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവരുടെ പേരൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. വഴിയെ നമുക്ക് ഇവരുടെ എല്ലാരെയും പേര് പഠിക്കാം. ഓക്കെ, ഇനി കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു കിങ്ഡം മൊണീറകൾ പ്രോകാരിയോട്ടുകളാണ്. പക്ഷേ കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇവര് യൂക്കാരിയോട്ടുകളാണ്. പ്രോകാരിയോട്ട് അല്ല, യൂക്കാരിയോട്ടുകളാണ്. പക്ഷേ എന്താണ്? യൂക്കാരിയോട്ടുകളാണ്, യൂണിസെല്ലുലാർ ആണ്. മൊണീറകൾ പോലെ തന്നെ ഇവരും യൂണിസെല്ലുലാർ ആണ്. യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സെല്ല് കൊണ്ടാണ് അവരുടെ ശരീരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ കിങ്ഡം മൊണീറയും കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റയും എന്തെന്നെയാ? യൂണിസെല്ലുലാർ ജീവികളാണ്. പക്ഷേ കിങ്ഡം പ്രോട്ടോക്ടിസ്റ്റ് യൂക്കാരിയോട്ട് ആണ്. അപ്പൊ യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 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 റിൻഷിത യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാല്? എങ്ങനെ പ്രോകാരിയോട്ടിൽ നിന്നും യൂക്കാരിയോട്ട് വ്യത്യസ്തമായിട്ടിരിക്കണോ? റിൻഷിതക്ക് അറിയോ? ഹലോ ഹലോ റിൻഷിത, കേൾക്കാവോ? പോയാ? കേൾക്കാണ്ട്. റിൻഷിത ഇന്ന് തന്നെ എന്റെ കയ്യിൽ നിന്ന് എല്ലാ ക്ലാസ്സും മേടിച്ച് കേൾക്കണോട്ടാ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിന്റെ സെല്ലിന്റെ സെന്ററിൽ ആരുണ്ട്? നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് ന്യൂക്ലിയസ് ആർക്കുണ്ട്? നമ്മുടെ പ്രോട്ടോക്ടിസ്റ്റുകൾക്ക് ഉണ്ട്. കണ്ടാ? നിങ്ങൾ കണ്ടാ? ഇവർക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്. എല്ലാവർക്കും ന്യൂക്ലിയസുകൾ ഉണ്ട്. ന്യൂക്ലിയസ് ഉള്ള ജീവികളാണ് പ്രോട്ടോക്ടിസ്റ്റുകൾ. ഈ പ്രോട്ടോക്ടിസ്റ്റുകളിൽ വരുന്ന ജീവികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പ്രൊട്ടസോവയാണ്. പ്രൊട്ടസോവ. ഓക്കെ, ഈ മലമ്പനി ഇല്ലേ, മലമ്പനി പറഞ്ഞ രോഗം, ഈ മലമ്പനി പടർത്തുന്ന ഒരു മലമ്പനിയൊക്കെ പടർത്തുന്നത് പ്രോട്ടോസോവകളാണ്. മലമ്പനി പടർത്തുന്ന അല്ലെങ്കിൽ മലേറിയ എന്ന് പറയും, മലേറിയ പടർത്തുന്നതൊക്കെ പ്രോട്ടോസോവകളാണ്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി രണ്ടാമത്തതാണ് ഡയാറ്റംസ്. ഈ കടലിൽ കാണപ്പെടുന്ന നല്ല ബയോലുമിനസൻസ്, സ്വന്തമായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ജീവികളുണ്ട്. അങ്ങനത്തെ ജീവികളെയാണ് നമ്മൾ ഡയാറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ഈ ഡയാറ്റംസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗി അവരെ കാണാം. നല്ല മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവരൊക്കെ. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് തെളിഞ്ഞു കാണില്ല. പക്ഷെ മൈക്രോസ്കോപ്പിലൂടെ മാത്രം നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്ന ജീവികളാണ് പ്രോട്ടോപ്റ്റിസ്റ്റുകൾ. അപ്പോ ഇതാണ് ഡയാറ്റംസ് എന്ന് പറയുന്നത്. കടലിലൊക്കെ കാണപ്പെടുന്ന ജീവികളാണ് ഡയാറ്റംസ്. പിന്നുള്ളത് ആൽഗെ. ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായലുകളാണ്. പായലുകൾ ഒറ്റ കോശമുള്ള ആൽഗകളാണ്. യൂണിസെല്ലുലാർ ആൽഗെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കോശമാണ്. ഇതൊരു സെല്ല്, ഇതൊരു സെല്ല്. അങ്ങനെ പായലുകളും പ്രൊട്ടോസോവകളും നമ്മുടെ ഡയാറ്റംസുകളൊക്കെ അടങ്ങിയ കിങ്ഡത്തിനെയാണ് കിങ്ഡം പ്രോട്ടോപ്റ്റിസ്റ്റ എന്ന് പറയുന്നത്. കിങ്ഡം പ്രോട്ടോപ്റ്റിസ്റ്റ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ കുറച്ചെടുക്കുന്നുള്ളൂ ഇന്ന്. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽ നാളെ നമുക്ക് പ്രോട്ടോപ്റ്റിസ്റ്റ് ഫിനിഷ് ചെയ്യണം. അങ്ങനെ നമുക്ക് വേഗം വേഗം എല്ലാതും കംപ്ലീറ്റ് ചെയ്ത് റിവിഷനിലോട്ട് കടക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്. ഇനി പ്രോട്ടോപ്റ്റിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവര് നമ്മുടെ ബാക്ടീരിയ പോലൊന്നല്ല. ഇവർക്ക് അടിപൊളി സെൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസുകൾ ഉണ്ട്. ഓർഗനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിന്റെ അകത്ത് കാണപ്പെടുന്ന ആളുകൾ. ഇവർക്ക് കണ്ട ന്യൂക്ലിയസ് ഉണ്ട്, കണ്ട ഇതൊരു യെസ്. ഇതൊരു പ്രോട്ടോപ്റ്റിസ്റ്റിയാണ്. ഇതൊക്കെ പ്രോട്ടോപ്റ്റിസ്റ്റുകളാണ്. ഇവർക്കൊക്കെ ന്യൂക്ലിയസ് ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരെ യൂക്കാരിയോട്ട് എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ട്. അപ്പൊ ഇവർക്കൊക്കെ ന്യൂക്ലിയസ് ഉണ്ട്, കണ്ട ന്യൂക്ലിയസ് വിത്ത് ക്രോമസോംസ്. അതിൻ്റെ അകത്ത് ക്രോമസോംസുകൾ ഉണ്ടാകും. ഈ ന്യൂക്ലിയസിന് ന്യൂക്ലിയർ മെംബ്രെയിനുകൾ ഉണ്ട്. ഇതൊക്കെ ഉണ്ട് ഇവർക്ക്. ഇവര് ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. മൊണീറുകൾ പോലൊന്നല്ല. നല്ല ന്യൂക്ലിയസും അതിൻ്റെ അകത്ത് ക്രോമസോംസുകളും ന്യൂക്ലിയർ മെംബ്രെയിനും ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ കിങ്ഡം പ്രോട്ടോപ്റ്റിസ്റ്റ. അപ്പൊ ന്യൂക്ലിയസ് ഉണ്ട് കേട്ടാ. പിന്നെ മൈറ്റോകോൺട്രിയ പറഞ്ഞ ആൾക്കാരുണ്ട്. മൈറ്റോകോൺട്രിയ ഒരു സെൽ ഓർഗനൽ തന്നെയാണ്. സെല്ലിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. ഓക്കെ, ഒരു സെല്ലിന് വേണ്ടിയ കംപ്ലീറ്റ് പവർ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മൈറ്റോകോൺട്രിയകള്. ഓക്കെ, സെല്ലിന്റെ കംപ്ലീറ്റ് ആ സെല്ല് വർക്ക് ചെയ്യാനുള്ള കംപ്ലീറ്റ് പവർ ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് മൈറ്റോകോൺട്രിയ. സോ മൈറ്റോകോൺട്രിയനെ നമ്മൾ പവർ ഹൗസ് ഓഫ് ദി സെൽ എന്നൊക്കെ പറയും. ഒരു കോശത്തിന്റെ എന്താ പറയുക എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. അതും ഇവർക്കുണ്ട്. യുക്കാരിയോട്ടുകൾക്കൊക്കെ മൈറ്റോകോൺട്രിയ ഉണ്ട്. നമ്മൾ സെല്ലിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് സെല്ല് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ അതിൽ നമ്മൾ ഓരോ സെൽ ഓർഗനലിന്റെ വിശദീകരണം പഠിക്കും. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കിങ്ഡം പ്രോട്ടോപ്റ്റിസ്റ്റിയ. അപ്പൊ കിങ്ഡം പ്രോട്ടോപ്റ്റിസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. സെല്ലുകളുടെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇനി അടുത്തതാണ് ക്ലോറോപ്ലാസ്റ്റ്. നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ടോ? റിയാനെ കേട്ടിട്ടുണ്ടോ? ഹലോ. ആ, ചെടികൾക്കാണ് ക്ലോറോപ്ലാസ്റ്റുകൾ ഉള്ളത്. മനുഷ്യന്മാരുടെ ബോഡിയിലൊന്നും മൃഗങ്ങളുടെ ശരീരത്തിലൊന്നും ക്ലോറോപ്ലാസ്റ്റുകളില്ല. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ചെടികളിലൊക്കെ കാണപ്പെടുന്ന ഒരു ഒരു സെല്ലിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ്. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ അകത്ത് വെച്ചിട്ടാണ് ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഈ ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കാൻ സഹായിക്കുന്ന സെൽ ഓർഗനൽസുകളാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ക്ലോറോപ്ലാസ്റ്റിന് അകത്താണ് ഫോട്ടോസിന്തസിസ് നടക്കുള്ളൂ. ക്ലോറോപ്ലാസ്റ്റ് ഇല്ലാത്ത ചെടികളിലും മനുഷ്യന്മാരിലൊന്നും ഒന്നും നടക്കില്ല, ഫോട്ടോസിന്തസിസ് നടക്കില്ല. ഫോട്ടോസിന്തസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് വിചാരിക്കണം. ആ ക്ലോറോപ്ലാസ്റ്റുകൾ പ്രോട്ടോപ്റ്റിസ്റ്റക്കാർക്കുണ്ട്. ചില പ്രോട്ടോപ്റ്റിസ്റ്റകള് അവർക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. കണ്ട ഈ പച്ച കളറിൽ കാണുന്നവർക്കൊക്കെ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ ഗോൾഗി ബോഡീസുകൾ ഉണ്ട്. ഗോൾഗി ബോഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിൽ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനല്ല. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെൽ ഓർഗനൽ ഉണ്ട്. അതും നമുക്ക് സെൽ എന്നുള്ള ചാപ്റ്ററിൽ നന്നായിട്ട് പഠിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ പ്രോകാരിയോട്ടുകൾ പോലല്ല യൂക്കാരിയോട്ട്. പ്രോകാരിയോട്ടുകളിൽ കാണപ്പെടാത്ത മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് കംപ്ലീറ്റ് യൂക്കാരിയോട്ടുകളിൽ കാണും. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി മൈറ്റോകോൺട്രിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ മൈറ്റോകോൺട്രിയ കണ്ട ഇതൊരു യൂക്കാരിയോട്ടിക് സെല്ല. കണ്ട യൂക്കാരിയോട്ടിക് സെല്ലിന്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, ഗോൾഗി ബോഡീസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്. കണ്ട ഒരുപാട് സെൽ ഓർഗനൽസുകൾ ഉണ്ട്.
അതിലെ മൈറ്റോകോൺട്രിയനെ സൂം ചെയ്തതാണ്. ഇത് കണ്ട മൈറ്റോകോൺട്രിയ. നിങ്ങൾ മനസ്സിലാക്കുക, മൈറ്റോകോൺട്രിയാണ് റെസ്പിറേഷൻ നടത്തുന്നത്. ഇപ്പോ നമ്മുടെയൊക്കെ ബോഡിയിൽ റെസ്പിറേഷൻ നടത്തുന്ന അവയവമാരാ? നമ്മുടെ ലങ്സ് ആണ് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ മൈറ്റോകോൺട്രിയ, ഇവർക്ക് വലിയ ലങ്സും മൂക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവരുടെ ശരീരത്തിൽ റെസ്പിറേഷൻ നടത്തുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനലാണ് നടത്തുന്നത്. ഓക്കെ, അപ്പോ റെസ്പിറേറ്ററി ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. റെസ്പിറേഷൻ നടത്താൻ സഹായിക്കുന്ന ഓർഗനലാണ് മൈറ്റോകോൺട്രിയ. ഓക്കെ, ഇനി ഇവരുടെ ഭക്ഷണക്രമം പറയുകയാണെങ്കിൽ, നേരത്തെ നമ്മൾ മൊണീറയിൽ പറഞ്ഞ പോലെ തന്നെ മൊണീറയിൽ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു. എന്താണ്? ഇവർ ഫോട്ടോസിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓട്ടോട്രോഫുകളാണ്. ഓട്ടോട്രോഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ അവർക്ക് സെൽഫായിട്ട് സ്വന്തം അവർക്ക് അവരുടെ ബോഡിയിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ആരൊക്കെയാണോ ഈ ലോകത്തിൽ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് അവരൊക്കെ ഓട്ടോട്രോഫുകളാണ്. ഓട്ടോട്രോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they can synthesize their own food from their body. അതിനെയാണ് ഓട്ടോട്രോഫ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് എല്ലാരും ഫോട്ടോസിന്തറ്റിക് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എല്ലാ പ്രോട്ടോക്ടിസ്റ്റുകളും ഫോട്ടോസിന്തറ്റിക് അല്ല. കുറച്ച് ആൾക്കാർ പാരസൈറ്റിക് ആണ്. ചില പ്രോട്ടോക്ടിസ്റ്റുകൾക്ക് ഇല്ലേ, ഒറ്റക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ഒരാളുടെ സഹായം വേണം. അവരെന്ത് ചെയ്യാറിയോ? ഒരാളുടെ ശരീരത്തിൽ കയറും, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ കയറും. എന്നിട്ട് ആ മൃഗങ്ങൾ അറിയാണ്ട് അവരുടെ ശരീരത്തിന്റെ ഉള്ളിലെ ന്യൂട്രിയൻസ് മുഴുവൻ ഇവരടിച്ചു മാറ്റും. എന്നിട്ട് നല്ല കൊഴുത്ത് വളരും. ഈ മൃഗങ്ങൾക്കാണെങ്കിലോ ഇത് ഭയങ്കര ശല്യം വരും. അപ്പൊ ആരാണോ അങ്ങനെ ജീവിക്കുന്നത്, അങ്ങനത്തെ പ്രോട്ടോക്ടിസ്റ്റുകളെയാണ് പാരസൈറ്റിക് എന്ന് പറയുന്നത്. എപ്പോഴും പാരസൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് പേനാണ്, തലയിലുള്ള പേന്. പേൻ ഒരു പാരസൈറ്റാണ്. ഈ പാരസൈറ്റ് നമ്മളുടെ ശരീരത്തിൽ കയറിയിട്ട് നമ്മുടെ ന്യൂട്രിയൻസ് മുഴുവൻ അടിച്ചു മാറ്റും അല്ലെ? നമുക്കാണെങ്കിലോ ഭയങ്കര ശല്യ. അങ്ങനത്തെ ജീവികളെയാണ് പാരസൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോട്ടോക്ടിസ്റ്റുകൾക്കും പാരസൈറ്റുകളായിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതാണ് സാപ്ട്രോഫൈറ്റിക്. നേരത്തെ നമ്മൾ പറഞ്ഞു, ചത്ത സാധനങ്ങളെ അവരെങ്ങനെയാ ഭക്ഷണം കഴിക്കുക? ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. ചത്തത്, ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ. ഡീക്കേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഞ്ഞളിഞ്ഞത്. ചത്തതും ചീഞ്ഞതിനും കഴിക്കുന്ന പ്രോട്ടോക്ടിസ്റ്റുകള് കാണിക്കുന്ന ന്യൂട്രീഷൻ അതിനെ സാപ്ട്രോട്രോഫിക് എന്നാ പറയുക. സാപ്ട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയും. ആരാണോ ആ ന്യൂട്രീഷൻ കാണിക്കുന്നത് അവരെ സാപ്ട്രോട്രോഫ്സ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ തരത്തിലുള്ള പ്രോട്ടോക്ടിസ്റ്റുകളും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ബാക്ടീരിയകൾ പോലെ തന്നെ. ഇനി മൂവ്മെന്റ്, ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? ഇവർക്ക് ആരുണ്ട്? ആരാണ് മൂവ്മെന്റിന് സഹായിക്കുന്നത്? സുമയ്യ, ആരാ മൂവ്മെന്റിന് സഹായിക്കുന്നത്? ഇതാരാ? സുമയ്യ പോയാ? ഇല്ല. ആ മോളെ പറ, ഇതാരാണ്? ഇത് ഏതാ ഈ സ്ട്രക്ചർ? ഈ പുറത്ത് ഇങ്ങനെ തള്ളി നിൽക്കണ ഈ സ്ട്രക്ചർ? ഫ്ലജല്ല. ആരാണ്? ഫ്ലജല്ലയാണ് കേട്ടാ. ഈ പുറത്ത് കാണുന്ന ഈ ചാട്ടവയറ് പോലത്തെ സാധനത്തിനെ നമ്മൾ ഫ്ലജല്ല എന്നാ പറയുക. ഈ പുറത്ത് കാണുന്ന രോമങ്ങൾക്ക് എന്താ പറയാ? നമ്മൾ പഠിച്ചില്ലേ, ബാക്ടീരിയകൾ പുറത്ത് ഇങ്ങനെ കുറെ രോമങ്ങളുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സീലിയ. ഫിംബ്രിയ എന്നാണല്ലേ പഠിച്ചത്? ഓക്കെ, ഇവിടെ സീലിയ എന്നാ പറയുക. സീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ രോമങ്ങൾ ഉണ്ടാവും. ഇവരുടെ ശരീരത്തിന്റെ പുറത്ത് കുറെ രോമങ്ങൾ ഉണ്ടാകും. ഇതിന് നമ്മൾ സീലിയ എന്ന് പറയും. ചിലവർക്ക് ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഫ്ലജല്ലകളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഈ സീലിയയും ഫ്ലജല്ലയും ഒക്കെ ഉള്ളവർക്കാണ് മൂവ്മെന്റ് പോസിബിൾ ആവുക. ഇവരുടെ ശരീരത്തിൽ ഫ്ലജല്ലകളും സീലിയകളും ഉണ്ട്. അത് കാരണം കൊണ്ട് അവർക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് റീപ്രൊഡക്ഷൻ. ഇവര് പെറ്റുപെരുകും, പെട്ടെന്ന് പെറ്റുപെരുകും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെറ്റുപെരുകാൻ ഇവരെ സഹായിക്കുന്ന മെത്തേഡാണ് റീപ്രൊഡക്ഷൻ. മീൻസ് പ്രസവിക്കുന്ന പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക അല്ലെ? രണ്ട് രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. നമ്മൾ മൊണീറകളിൽ പഠിച്ചു. സെക്ഷുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആണും പെണ്ണും ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ. അച്ഛന്റെ ഇൻവോൾവ്മെന്റും കൂടിയ റീപ്രൊഡക്ഷനെയാണ് സെക്ഷുവൽ എന്ന് പറയുന്നത്. അച്ഛനും അമ്മയും വിചാരിച്ചാൽ മാത്രമേ ആ റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ.
മറിച്ച് അസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് കുഞ്ഞുണ്ടാവും, പക്ഷെ അച്ഛന്റെ ഇൻവോൾവ്മെന്റ് ഇല്ല. അതിനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും മെയ്റ്റ് ചെയ്തിട്ട് കുട്ടികൾ ഉണ്ടാകും. അസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് കുട്ടികൾ ഉണ്ടാകും, അച്ഛന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല. അപ്പൊ രണ്ട് പാരന്റ്സുകൾ ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷനെയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ബോത്ത് സെക്സസ് ആർ ഇൻവോൾവ്. അറ്റ് ദ സെയിം ടൈം ഒരൊറ്റ പാരന്റിൽ നിന്ന് കുട്ടി ഉണ്ടാവുന്നതിനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഫീമെയിൽസുകൾ കുട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, അച്ഛനൊന്നും വേണ്ട. ഓക്കെ, അങ്ങനെ അതിനെയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു വാഴ വളർത്തുകയാണ്. ആ വാഴ കൊലക്കുമ്പോ അതിന്റെ സൈഡിൽ എന്തുണ്ട്, ഒരു കുട്ടി ഉണ്ടാവുന്നുണ്ട്, ഒരു വാഴക്കന്ന് ഉണ്ടാവുന്നുണ്ട്. അതൊരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഓക്കെ, അപ്പോ അച്ഛന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത അമ്മ പ്രസവിക്കുന്ന മെത്തേഡിനെയാണ് അസെക്ഷൽ എന്ന് പറയുന്നത്. നമ്മുടെ പ്രോട്ടോട്ടിസ്റ്റുകൾക്ക് സെക്ഷലിയും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അസെക്ഷൽ റീപ്രൊഡക്ഷനും നടത്താൻ പറ്റും. ഓക്കെ, മൊണീറകൾ പോലെ തന്നെ. ഇനി അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രോട്ടോട്ടിസ്റ്റുകളും പ്രശ്നക്കാരനാണോ? അല്ല, ചില പ്രോട്ടോട്ടിസ്റ്റുകൾ നല്ലവരാ. അപ്പം നമ്മൾ പഠിച്ചില്ലേ, ബാക്ടീരിയകൾ 99% നല്ലതാ. കുറച്ച് ആൾക്കാരെ പ്രശ്നക്കാരനുള്ളൂ. കുറച്ച് രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ കുറിച്ച് പഠിച്ചു അല്ലെ, ഡിഫ്തീരിയ, ടൈഫോയിഡ്, പിന്നെ കുറച്ച് രോഗങ്ങളൊക്കെ പഠിച്ചു. കോളറ എന്നുള്ള രോഗങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഈ പ്രോട്ടോട്ടിസ്റ്റുകൾ ഹ്യൂമൻസിന് ബെനഫിഷ്യൽ ആണ്. ബെനഫിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോട്ടോട്ടിസ്റ്റുകൾ ഉണ്ട്. ചിലവര് പ്രശ്നക്കാരനാ, രോഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രോട്ടോട്ടിസ്റ്റുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ മലമ്പനിയൊക്കെ ഇല്ലേ, മലേറിയ. ഈ മലേറിയ ഒക്കെ ഉണ്ടാക്കുന്നത് എന്താണ്? പ്രോട്ടോട്ടിസ്റ്റുകളാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരൊറ്റ ടോപ്പിക്, ഈ ഒരൊറ്റ കാര്യം കൂടി എടുത്തിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇന്ന് അധികം ഞാൻ എടുത്തിട്ടില്ല, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറേശ്ശെ എടുക്കുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കണ, നിങ്ങൾ ഡെയിലി അത് കേട്ട് പഠിക്കണം കേട്ടാ. അപ്പോ പ്രോട്ടോട്ടിസ്റ്റുകളിലെ കുറച്ച് ഉദാഹരണം കൂടി പറഞ്ഞിട്ട്, കുറച്ചൊരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നാളെ നമുക്ക് ഈ ഓരോ എക്സാമ്പിൾസിന്റെ ഡീറ്റെയിൽ പഠിക്കാം. ഓക്കെ, അപ്പോ ഓക്കെ. ഫസ്റ്റ് അമീബ. അമീബ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അമീബനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അമീബ ഇര പഠിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ സ്കൂളിൽ എപ്പോഴും പഠിക്കണാണ് അല്ലെ? റിയാനെ കേട്ടിട്ടുണ്ടോ അമീബനെ? ആ, ഇതാണ് അമീബ. ഒരു ഏകകോശ ജീവിയാണ് അമീബ. കണ്ട, ഒരൊറ്റ സെല്ലുള്ള അവരുടെ ബോഡിയിൽ. ഇത് അവരുടെ ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഇതാണ് അമീബ. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നാളെ അമീബനെ കുറിച്ച് പഠിക്കും. ഓക്കെ, അമീബ ഒരു പ്രോട്ടോക്ടിസ്റ്റിയാണ്. അമീബ എന്തൊക്കെയാ ചെയ്യുക, അമീബ അസുഖങ്ങൾ ഉണ്ടാക്കുമോ, അമീബ നല്ലതാണോ, അമീബയുടെ എല്ലാ കുടുംബകാര്യം മൊത്തം നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഇതിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? റിൻഷിത, നിനക്ക് ഇതിനെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഏതൊരു എന്ത് ഷേപ്പായിട്ടാ തോന്നുന്നത്? റിൻഷിത, റിൻഷിത പോയാ? ഉറങ്ങിയ റിൻഷിത ഈ? ഇല്ല. ആ, എന്നാ മോള് പറ, മോൾക്ക് സ്ക്രീൻ കാണാനുണ്ടാ? ആ ആ കാണാണ്ട്. ആ, ഇതെന്താ മോളെ, ഇതെന്താ ഈ സ്ട്രക്ചർ? ഇത് ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു? ഒരു ചെരുപ്പ് പോലെ തോന്നുന്നുണ്ടോ? ഒരു സ്ലിപ്പർ പോലെ തോന്നുന്നുണ്ടോ നിങ്ങക്ക്? യെസ്. ആ, ഈ സ്ലിപ്പർ പോലെ സ്ട്രക്ചർ ഉള്ള ആളുകളെയാണ് നമ്മൾ പാരമീഷ്യം എന്ന് വിളിക്കുന്നത്. പാരമീഷ്യം, വെള്ളത്തിലൊക്കെ കാണപ്പെടുന്ന ജീവിയാണ് പാരമീഷ്യം. ഇതൊരു പ്രോട്ടോക്ടിസ്റ്റിയാ. ഓക്കെ, നമ്മൾ പാരമീഷ്യത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് കണ്ടിട്ട് മനസ്സിലാക്കുക ഏതൊക്കെയാണെന്ന് കേട്ടാ. ഇനി വേറൊരു ജീവിയുണ്ട്, കണ്ട, വലിയൊരു ഫ്ലജലുള്ള ഒരു ജീവി. യെസ്. ഇതിന്റെ പേരെന്താണെന്നറിയോ? ഇതിന്റെ പേരാണ് യുഗ്ലീന. യുഗ്ലി. ആ, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. യുഗ്ലീന. ഇതിന്റെ പേരാണ് യുഗ്ലീന. ഓക്കെ, യുഗ്ലീനനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. പലതരം പ്രോട്ടോട്ടിസ്റ്റുകൾ ഉണ്ട്. എല്ലാ പ്രോട്ടോട്ടിസ്റ്റുകളും സെയിം അല്ല. അപ്പൊ നമ്മൾ പഠിച്ചു, എല്ലാ ബാക്ടീരിയകളും സെയിം അല്ല. അതേപോലെ പ്രോട്ടോട്ടിസ്റ്റുകളിലും വ്യതിയാനങ്ങൾ ഉണ്ട്. ഇവരൊക്കെ മൈക്രോസ്കോപ്പിക് ആണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണില്ല, മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇയാളാണ് യുഗ്ലീന. ഇനി വേറൊരാളുണ്ട്, ക്ലമൈഡോമോണസ്. ഇതൊരു പായല.
രണ്ട് ഫ്ലജല്ല ഉണ്ട് ഇവർക്ക്, കണ്ട. ഇതൊരു പായല. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഈ ചോദ്യമൊക്കെ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാ ചോദിക്കാന്നൊക്കെ കേട്ടാ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് പ്രോട്ടോക്ടിസ്റ്റുകൾ. 4 ഉദാഹരണമാണല്ലോ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, നാളത്തോടെ തന്നെ നമുക്ക് പ്രോട്ടോക്ടിസ്റ്റ് തീർക്കാം. പിന്നെ നമുക്ക് എക്സാംസ് ഇനി വേഗം വരും തോന്നുന്നു അല്ലെ, ഓഗസ്റ്റിലാ തോന്നുന്നു എക്സാംസ്. അപ്പൊ അതിന് മുൻപ് നമുക്ക് പോർഷൻസ് തീർക്കണം. അപ്പൊ ഞാൻ ഇത്തിരി ഒരു ഫാസ്റ്റ് ആവും. നിങ്ങൾ ഞാൻ നിശ്ചയിട്ട് ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടേ ഞാൻ അത് പോവുള്ളൂ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? യെസ്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ ഞാൻ മറ്റേ നോട്ട് അപ്ലോഡ് ചെയ്യാം. കിങ്ഡം മുനീറ പഠിച്ചു വെക്കുക. അപ്പോൾ എടുക്കണത് അപ്പൊ പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കേടാ, അപ്പൊ ഇനി നാളെ കാണാം കേട്ടാ. ഓക്കേടാ, ശരി. ഓക്കെ. ഓക്കെ, ബൈ. സ്റ്റോപ്പ് Bye. sharing.